കേരളത്തിൽ ഒരുപാട് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുണ്ട്. പല MNC കമ്പനികളിലും വർക്ക് ചെയ്തിട്ടുള്ള മെഡിക്കൽ റെപ്രസെന്റേറ്റീവുമാർ തന്നെയാണ് ഈ കമ്പനികളിൽ പകുതിയിലധികം തുറക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടോ എന്നറിയില്ല, ഈ പറയുന്ന കമ്പനികൾ പല കമ്പനികളും പകുതിയിലധികം കമ്പനികളും പൂട്ടിപ്പോകുന്ന ചരിത്രമാണ്. അവർക്കൊക്കെ അവരുടെ MNC കമ്പനികളിൽ വർക്ക് ചെയ്തിരുന്നപ്പോൾ ജോലി ചെയ്തിരുന്ന സമയത്ത് കിട്ടിയിരുന്ന ആ ഒരു റിസൾട്ട് സ്വന്തം കമ്പനികളിൽ കൊണ്ടുവരാൻ സാധിക്കാറില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള മാനേജർമാർ സ്വന്തമായിട്ട് കമ്പനി തുടങ്ങുമ്പോൾ അവരുടെ കമ്പനി വിജയിപ്പിക്കാൻ സാധിക്കാത്തത് എന്നുള്ളതൊരു വലിയ ചോദ്യം തന്നെയാണ്. 2023 കോഴിക്കോട് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ ഒരു ഓണർ, ഒരു പാർട്ട്ണർ എന്നെ വന്ന് കണ്ടു. അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൊലീഗും വേറൊരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവർ തുടങ്ങിയതാണ് ഈ കമ്പനി. അവർ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഈ കമ്പനി കൊണ്ടുപോകണമെന്ന് ഉള്ളവരായതുകൊണ്ട് ഒരു ബിസിനസ് കൺസൾട്ടന്റിനെ മീറ്റ് ചെയ്യാമെന്നുള്ള രീതിയിലാണ് എന്നെ വന്ന് കണ്ടത്. പക്ഷേ ഞാൻ അവരെൻ്റെ അടുത്ത് വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ബിസിനസ് എന്ന് പറയുന്നത് മന്ത്ലി അവർക്കുള്ള സാലറി പോലും പ്രോപ്പറായിട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നില്ല. അവിടെ നിന്ന് അങ്ങോട്ട് എൻ്റെ മെന്റർഷിപ്പ് എടുത്ത്, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് കമ്മ്യൂണിറ്റി ആയ ബിസിനസ് കാറ്റലിസ്റ്റ് ഹബിൽ ജോയിൻ ചെയ്ത് അദ്ദേഹം ഓരോ ദിവസവും അദ്ദേഹത്തിന്റെ കമ്പനിയെ എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളത് പഠിച്ചുകൊണ്ടേയിരുന്നു. അദ്ദേഹത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കിട്ടിയ കാര്യമെന്ന് അദ്ദേഹം എന്നോട് ഷെയർ ചെയ്തത് അദ്ദേഹത്തിന്റെ ക്ലാരിറ്റിയാണ്. എങ്ങോട്ട് പോകണം, ഓരോ വർഷവും ഓരോ വർഷത്തെ വിഷനും എന്തായിരിക്കണം, ടാർഗറ്റ് എന്തായിരിക്കണം, ഓരോ മന്തിലും ടാർഗറ്റ്, ഓരോ സ്റ്റാഫിന് എന്ത് ടാർഗറ്റ് കൊടുക്കണം, അവരെ എങ്ങനെ പെർഫോമൻസിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് അദ്ദേഹം കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അത് അദ്ദേഹത്തിന്റെ കമ്പനിയിൽ എക്സിക്യൂട്ട് ചെയ്യാനും സാധിച്ചു. രണ്ടാമത്തത്, അദ്ദേഹം ഏറ്റവും നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ അതോറിറ്റിയാണ്. അതോറിറ്റി എന്ന് പറയുന്നത് അദ്ദേഹം ആ കമ്പനിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ, അത് വിഷൻ, മിഷൻ, അങ്ങനത്തെ തുടങ്ങി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അദ്ദേഹം കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്യുകയും അദ്ദേഹം എക്സിക്യൂട്ട് ചെയ്യുകയും ഇംപ്ലിമെന്റേഷൻ ചെയ്യുകയും ചെയ്തു. മൂന്നാമത്തത് കൺസിസ്റ്റൻസിയാണ്. ഞാൻ ഉറപ്പിച്ചു പറയാം, ഒരു ബിസിനസ്സുകാരന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ അത് കൺസിസ്റ്റൻസി എന്നുള്ളതാണ്. ആദ്യത്തെ രൂപം കൺസിസ്റ്റൻസിയാണ്. നിങ്ങൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടും. ഈ പറയുന്ന കമ്പനി, ഞാൻ കമ്പനിയുടെ പേര് പറയുന്നില്ല, പക്ഷേ ഈ പറയുന്ന കമ്പനി ഇന്ന് ആ കമ്പനി ഏകദേശം ചെയ്യുന്നത് 10 ഇരട്ടി ബിസിനസ്സാണ്. അതായത് അന്ന് 2023 ഒരു മാസത്തിൽ ഏകദേശം 2 ലക്ഷം രൂപ ബിസിനസ് ചെയ്തിരുന്ന കമ്പനി ഇന്നത് 20 ലക്ഷം രൂപ പെർ മന്ത് ചെയ്യുന്ന കപ്പാസിറ്റിയിലേക്ക് എത്തി. അന്ന് 2 പാർട്ട്നേഴ്സ് മാത്രം വർക്ക് ചെയ്തിരുന്ന കമ്പനി ഇന്ന് ഏകദേശം 10-12 എക്സിക്യൂട്ടീവ്സും ഇവർ 2 പാർട്ട്നേഴ്സും കൂടി 10-14 പേരുള്ള ഒരു വലിയ കമ്പനിയായി മാറി. ഇങ്ങനെ കൃത്യമായി കൺസിസ്റ്റന്റ് ആയിട്ട് കാര്യങ്ങൾ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സുകാരനാവാൻ നിങ്ങൾക്ക് ആഗ്രഹം. ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ കഴിഞ്ഞ 2 വർഷത്തോളമായി എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ഒരു ബിസിനസ് കാറ്റലിസ്റ്റ് ഹബ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ എല്ലാ ദിവസവും ബിസിനസ് പഠിക്കുന്നുണ്ട്. പലതരത്തിലുള്ള സബ്ജക്റ്റുകൾ, മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, സെയിൽസ് ആയിക്കോട്ടെ, ഒരു CEO എങ്ങനെയാവണം എന്നുള്ളതും ഒരു CEO എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ചെയ്യരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള, ഒരു അക്കൗണ്ടബിൾ ആയിട്ടുള്ള, അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള, ക്ലാരിറ്റി ഉള്ള ഒരു ബിസിനസ്സുകാരനാവണമെങ്കിൽ നിങ്ങളോട് ഞാൻ നിർബന്ധമായിട്ടും ഈ ബിസിനസ് കാറ്റലിസ്റ്റ് ഹബിന്റെ ഭാഗമായി മാറാനാണ് സജസ്റ്റ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ബിസിനസ്സിൽ വലിയ മാറ്റങ്ങൾ ഈ ബിസിനസ് കാറ്റലിസ്റ്റ് ഹബിന് കൊണ്ടുവരാൻ സാധിക്കും. ഓഗസ്റ്റ് 15, 2026 വരുന്ന ഓഗസ്റ്റ് 15 തേർഡ് സീസൺ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ബിസിനസ് കാറ്റലിസ്റ്റ് ഹബിന്റെ. ഞാൻ എല്ലാ ബിസിനസ്സുകാരെയും വിജയിക്കണമെന്ന് ആഗ്രഹമുള്ള, ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ജേണി കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഈച്ച് ആൻഡ് എവരി ബിസിനസ്സുകാരെയും ഞാൻ നിങ്ങളെ ഈ ബിസിനസ് കാറ്റലിസ്റ്റ് ഹബിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എൻ്റെ പേര് ശ്രീജിത്ത് KC, ദി ബിസിനസ് ഇൻഫ്ലുവൻസർ.